എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ താര കിരണിനോടും കല്യാണിയോടും ആ സത്യങ്ങളൊക്കെ പറയണം. സരുവിന്റെ കൊടും ക്രൂരതയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സരു തന്നെ കാണാൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങള്. സരു ഡ്രൈവറെ കൂട്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. പിന്നീട് സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്തെന്നല്ലാത്ത സന്തോഷമാണ് താരയ്ക്ക് തോന്നുന്നത്. പിന്നീട് താര പോയി സരുവിനെ കെട്ടിപ്പിടിക്കുവാണ്. അതിനുശേഷം ബാ മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. അകത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേനും സരു അവിടെയൊക്കെ നോക്കുവാണ്. ഈ സമയത്ത് താര പറഞ്ഞു, മോളിരിക്കുക, മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ട, ഞാൻ ചായ എടുക്കാന്ന് പറയണ. പെട്ടെന്ന് പിന്നെ താര പറഞ്ഞു, അല്ല വേണ്ട, ചായ ആക്കണില്ല, മോള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പോയാൽ മതി, മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ആ വീട്ടിലുള്ള മുഴുവനും സരുവിന് കൊടുക്കാൻ താരയ്ക്ക് ഒരുക്കുമായിരുന്നു. കാരണം അത്രയധികം താര സരുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. തന്റെ മോള് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു. അതും താൻ അമ്മയാന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം ആ വരവ്. വെറുതെ ആയിരിക്കില്ല ഒരിക്കലും വരുന്നേ. പിന്നീട് അടുക്കള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് സരു അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് വേണ്ടി ഇതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിത് ഉണ്ടാക്കാം, മോളിത് കഴിച്ചിട്ട് പോയാൽ മതി. അല്ല ഇതേ മോൾ എന്തെടുക്കണു, എന്റെ കൊച്ചുമോൾ എന്തെടുക്കുന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് ഏട്ടൻ മോള് സുഖമായിട്ടിരിക്കുന്നൊക്കെ പറയണം. പിന്നീട് താര അടുക്കളയിൽ പോയി ധൃതിപ്പെട്ട് പണിയിലാണ്. ഈ സമയം സരു അതിലൂടെ എല്ലാം പരിധി നടക്കുവാണ്. എന്തെങ്കിലും ഒരു ആയുധം കണ്ടെത്തുവാണെങ്കിൽ ഇവളുടെ തലമണ്ട അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന സമയത്ത് അവിടെ ഇരുമ്പ് ദണ്ട് ഇരിക്കുന്ന കണ്ടു. പിന്നീട് ഒന്നും മിണ്ടാതെ എന്ത് ചെയ്യണം, സരു അതെടുത്തിട്ട് അടുക്കളയില് ജോലി ചെയ്യുന്ന താരയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം താര ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. താര സരു വന്ന സന്തോഷത്തിലാണ് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് പുറകേന്ന് എന്നിട്ട് ഒറ്റ അടി അടിക്കുവാണ്. ആ അടിയോട് കൂടിയിട്ട് അവളെ വീടുവാണ്. സരുവിന്റെ ഒറ്റ അടിക്ക് തന്നെ താഴെ നിലത്ത് വീണു. പിന്നീട് എന്ത് ചെയ്യുവാണ്, അവളെ അവിടെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സമയം ഡ്രൈവർ അത് കണ്ടു. ഡ്രൈവർ ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് സരു എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാം, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്ത് പറയരുത്, അറിയാലോ. പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഇതിനകത്ത് പ്രതിയാവും. അതുകൊണ്ട് പുറത്ത് പറയാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തന്നോളാം, ബാ കേറാൻ പറയാണ്. അങ്ങനെ അവരെയും കുട്ടി അങ്ങോട്ട് പോയി. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നതെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിക്ക് നല്ല ദേഷ്യമായി. അപ്പൊ അവൾ രണ്ടും കൽപ്പിച്ചോണ്ടാണ്. അപ്പം അമ്മയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും അവൾക്ക് സ്നേഹമല്ല, പകരം അവൾ പ്രതികാരം ചെയ്യുക ചെയ്തേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. താര പറഞ്ഞു, വേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് പറയണം. പിന്നെ അവളെ അങ്ങനെ വെറുതെ വിടാനായിട്ടാ, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല താരാന്റി. ഇത്ര വലിയ ക്രൂരത ചെയ്താ അവളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. മിണ്ടാപ്രാണിയായ താരാന്റിയോട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഇതിന്റെ അനുഭവിച്ചേ പോളെന്ന് പറയണം. കിരൺ പറഞ്ഞു, ഇനി ഇപ്പൊ ഇതിൽ കൂടുതൽ എന്താ അനുഭവിക്കാനിരിക്കുന്നേ? സ്വന്തം അമ്മയല്ലെന്ന് പോലും അവള് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടെയുള്ളത്. ഇതിൽ പര അവൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? പിന്നെ മനോഹർ, അത് അവൾക്കിട്ടൊരു പണി തന്നെയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അത് ശരിയാ കിരണേട്ടൻ പറയുന്നത്, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല, അവൾ അനുഭവിക്കാൻ കിടക്കുന്നുള്ളെന്ന് പറയണം. പിന്നീട് അവർ കുറച്ച് സമയം കൂടെ താരയെടുത്ത് ചെലവഴിക്കുന്നുണ്ട്. താരയ്ക്ക് വേണ്ടുന്ന ഫുഡും മരുന്നും എല്ലാം മേടിച്ചുകൊണ്ട് കൊടുത്തതിന് ശേഷമാണ് പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത്. അങ്ങനെ അവരും കൂടി പോരുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പുറത്തു പോയ വിക്രം വരുന്നത്. വിക്രം കല്യാണിയെ കണ്ടു. കല്യാണിയെ കണ്ട ഉടനെ അങ്ങോട്ടേക്ക് വരുവാണ്. ഓ നീയോ, നിന്നെ ഒന്ന് കാണാൻ തന്നെ ഞാൻ ഇരിക്കുവായിരുന്നില്ല ഇത് പറയണം. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, എന്താടാ നീ എന്തിനാ എന്നെ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. നീയും എല്ലാരും കൂടെ കൂടിച്ചേർന്നുള്ള ചതിയായിരുന്നല്ലേ, ആ കമ്പനി എന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ പിടിച്ചെടുത്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത്, നീ എന്താ പറഞ്ഞത്? കമ്പനി നീ അങ്ങോട്ട് പിടിച്ചെടുക്കുന്നോ, ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടുന്നോ, എന്തൊക്കെയായിരുന്നു ഡയലോഗ്സ് എന്ന് പറയണം. അപ്പോഴേക്ക് കിരണിന് ഒരു ഫോൺ വന്നു. കിരണ് പെട്ടെന്ന് ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറുവാണ്. ഈ സമയം കല്യാണി പറഞ്ഞു, നീ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിച്ചിരിക്കുവായിരുന്നു അല്ലേടാന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭാനുമതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, ദേ മോനെ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയണ. അമ്മൂമ്മ ഒന്ന് വെറുതെ അവിടെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവളും അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഉള്ള ചതിയായത്. ഇപ്പോഴെന്റെ അച്ഛനെ ഈ വിധമാക്കി ഹോസ്പിറ്റലിലും കിടത്തിയിരിക്കുന്നു. നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറയണം. നീ എന്ത് ചെയ്യൂടാ, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള കാലം നീ ചെറു വിരല പോലും അനക്കില്ല. നിനക്കും നിന്റെ അച്ഛനും കിട്ടാനുള്ളതാ കിട്ടിയത്. നീ കോടതി വെച്ച് എന്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും മറന്നു പോയിട്ടില്ല. പെറ്റമ്മേനെ കുറിച്ച് ഒരു മോനും പറയാത്ത കാര്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞേ, അനാവശ്യമായ കാര്യങ്ങള്. എന്തൊക്കെ വൃത്തിയോടാണ് നീ പറഞ്ഞേ. അതുകൊണ്ട് നിനക്ക് എന്താടാ കിട്ടിയത്? ഇപ്പൊ നീയും നിന്റെ അച്ഛനും കിടക്കുന്ന കണ്ടില്ലേ? വലിയ കൊട്ടാരത്തിൽ പോയി സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി ഇരുന്നല്ലേടാ നീ.
എന്നിട്ട് ഇപ്പൊ കണ്ടില്ലടാ കിടക്കുന്ന കിടപ്പ്. ഇനിയിപ്പോ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ മരുന്നിനോ വേണ്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയായി പോയില്ലടാ. വലിയ കമ്പനിയുടെ MD ആണെന്നും പറഞ്ഞോണ്ട് നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ഓ, വലിയ വലിയ കാറിലോ പോകത്തുള്ളൂ, വേറുള്ളവരെ കാണുമ്പോ പുച്ഛ ഭാവം. നിന്റെ ആ പുച്ഛ ചിരിയൊക്കെ എന്താടാന്ന് ചോദിക്കണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നീ കൂടുതൽ ആളാവണ്ടേ. നീയും നിന്റെ ആ മറ്റവന് കിരണും കൂടി ഇല്ലേ, അവനും കൂടെ ചെയ്തു കൂട്ടിയ പ്രവർത്തികളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ, നിന്റെ അമ്മേനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞല്ലോ. ആ സ്ത്രീ എന്താ ഏതാന്നൊക്കെ എനിക്ക് അറിയാന്ന് പറയാണ്. പറഞ്ഞു തീരുമല്ല, കല്യാണിയുടെ കൈ അവന്റെ കണ്ണത്തേക്ക് പറഞ്ഞു. നീ എന്താടാ വൃത്തികെട്ടവനെ പറഞ്ഞ്? ഒരു നിമിഷം ഭാനുമതി അമ്മ ഞെട്ടിത്തെരിച്ചു പോവാണ്. ദൈവമേ, ഇവരുടെ കിട്ടിയില്ല എന്ന് ഓർത്തോണ്ട് ഒരിക്കലും പ്രതീക്ഷയല്ല. എടാ, നീ ഇനി ഇത് വളർത്തെ ചേട്ട വർത്താനം പറഞ്ഞാണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയുള്ളൂ, കൊന്ന് ഞാൻ കുഴിച്ചു വിടും. അന്ന് കോടതി വെച്ച് നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന അന്ന് എനിക്ക് തരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ലടാ. നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? നിന്നെപ്പോലെ തന്നെയാണോ ബാക്കിയുള്ളവര്? നീയാണെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കാൻ നല്ലത്. ഭാനുമതിയും പറഞ്ഞു, അയ്യോ മോളെ, ഒന്നും ചെയ്യരുതേ, അവനെ തല്ലല്ലെന്ന് പറയണം. തല്ലല് പോലും, ഇവനെ തല്ലുവല്ലേ ചെയ്യണ്ടേ, ഇവനെ കൊല്ലുക ചെയ്യണ്ടേ. പിന്നെ നിങ്ങളൊക്കെ കൂടി ഇവനെ ഈ വിധമാക്കി വെച്ചേ, അപ്പൊ നിങ്ങൾക്കിട്ട് വേണം ആദ്യമായിട്ട് തല്ലി തരാനായിട്ട്. നിങ്ങൾക്കിട്ട് ആ അകത്ത് കിടക്കുന്ന അയാൾക്കിട്ടെന്ന് പറയണം. അയ്യോ മോളെ, ഇങ്ങനൊന്നും പറയല്ലേ മോളെ, പാവം എന്റെ മോൻ എന്ന് പറയണം. പാവമാണ് പോലും, നിങ്ങൾക്ക് പാവമായിരിക്കും. പക്ഷെങ്കില് ദേ, നിങ്ങളുടെ മോനും കൊച്ചുമോനും കൂടെ ചെയ്ത് പ്രവൃത്തി കാരണം എത്ര പേരെ കണ്ണീര് കുടിക്കുന്നറിയാവോ? പക്ഷെ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്രയും കാലം അഹങ്കാരം കാണിച്ച് നടന്നു. എന്നാലും കാർത്തികേച്ചിനെ ഓടയിൽ കൊണ്ടേ കൊന്നുകളയാണ്ട് ശ്രമിച്ചല്ലേ നിങ്ങള്? അതൊക്കെ നിങ്ങളോട് ദൈവം പോലും പൊറുക്കില്ലാത്ത കാര്യങ്ങളാ. ഇത്രയല്ലേ കാർത്തികേച്ചിയായിട്ട് തന്നുള്ളൂ. പക്ഷെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നേ എന്ന് പറയണ. വിക്രം പറഞ്ഞു, നീ സൂചിച്ച് ജീവിക്കാന്ന് കരുതണ്ടേ, ഇതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കും, അല്ലെങ്കിൽ എന്റെ പേര് വിക്രം അല്ലെന്ന് പറയണം. നീ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കണം. അപ്പോഴേക്കും കിരൺ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വരുവാണ്. എന്താ കല്യാണി? ഒന്നുമില്ല കിരണേട്ടാന്ന് പറയണ. എടാ, നിന്റെ അച്ഛനായിട്ട് മീശ പഠിക്കുന്നൊക്കെ പറഞ്ഞ എന്താ ഏടാന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, അതെ, നീ കൂടുതൽ ആള് കളിക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങും, എല്ലാ കാലത്തും ഇവിടെ കിടക്കാൻ പോകുന്നില്ലെന്ന് പറയണ. എടാ, ഇറങ്ങട്ടടാ, ഇറങ്ങാൻ വേണ്ടിയാ ഞങ്ങളും കാത്തിരിക്കുന്നത്, ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. ഈ സമയം കല്യാണി പറഞ്ഞു, ഇറങ്ങിയിട്ട് നീയൊക്കെ എങ്ങോട്ട് പോവും? ഇനി കാർത്തിയേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? അവിടെ നിനക്ക് കയറാൻ പറ്റില്ല. ഇനിയിപ്പോ ഉടനെ ഒരു വാടകയ്ക്ക് വീടെടുക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള പണം വേണം. അതിനേക്കാൾ ഉപരി ആ രാജപ്പണ്ണന്റെ കയ്യിൽ നിന്ന് ദൂർത്ത് കാണിക്കാനായിട്ട് 10-17 ലക്ഷം രൂപ മേടിച്ചിരിക്കുന്നത്, അതെങ്ങനെ കൊടുക്കും? അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടുമ്പം വിക്രം പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാടി, എന്ത് ചെയ്യണമെന്ന്. കണ്ടോ, നിന്നെ ഒരിക്കലും ഞാൻ സൂചിച്ച് ജീവിക്കാണ്ട് വിടത്തില്ല. നിന്റെ ആ തള്ളേനെയൊക്കെ ഞാൻ കണ്ടോ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവര് കരയും. ഈ നിന്റെ ഭർത്താവിനെയും ഒക്കെ ഓർത്തെന്ന് പറയണം. നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് കിരണം വെല്ലുവിളിക്കുവാണ് വിക്രത്തിനെ. ബാ കല്യാണി, ഇവനോടൊക്കെ സംസാരിക്കാൻ പോയ നമ്മളെ വേണം പിടിച്ചിട്ട് തല്ലാന് എന്നും പറഞ്ഞിട്ട് കല്യാണിയുടെ കയ്യും പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കുവാണ്. ഈ സമയം വിക്രത്തിന് ഭ്രാന്ത് പിടിച്ചാലോ അവസ്ഥയെ. പെട്ടെന്ന് ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, വേദന എടുത്തോളാം മോനെ. പിന്നെ വേദന എടുക്കാതെ അവളുടെ ഉരുക്ക് പോലുള്ള കയ്യാ, അവള് ഇങ്ങനെ അധ്വാനിച്ച് നടക്കുമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ശരിയാ, അവള് ചെറുപ്പത്തിലെ മുതല് പശുവിനെ മേയിച്ചും അതുപോലെ അത് മാത്രമല്ല അല്ലാത്ത വീട്ടുജോലികളൊക്കെ ചെയ്ത് വളർന്ന പെണ്ണ. അതുകൊണ്ട് അവളുടെ കൈക്കൊക്കെ നല്ല തഴമ്പായിരിക്കും. അത് വെച്ച് ഒരെണ്ണം കിട്ടിയതുകൊണ്ട് ഇരിപ്പതാന്ന് പറയാണ്. വിക്രം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടത്തില്ല അമ്മൂമ്മേ, ഞാൻ ഈ വിക്രം വരെ നമ്മളെ കാണിച്ചു കൊടുക്കും, അവളെ ഞാൻ സൂഹിക്കാൻ വിടത്തില്ലെന്ന് പറയാണ്. പിന്നീട് വിക്രം ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. നേരെ ചെല്ലുന്ന പ്രകാശന്റെ അടുത്തേക്കാണ്. പ്രകാശന്റെ അടുത്ത് പ്രകാശ്, എന്താണ് മോനെ കാര്യങ്ങളൊക്കെ? എന്താവാനായിട്ട്? പണത്തിന് പണം തന്നെ വേണ്ടേ? ആരും പണം തരാൻ കൂട്ടാക്കുന്നില്ല. കാരണം എന്താ, ഇപ്പം നമ്മൾ ഒന്നുമില്ലാത്തവരാണല്ലോ. പിന്നെ അവളെ കണ്ടായിരുന്നു ആ കല്യാണി ഇവിടെ വെച്ച്, ഞാൻ നാളെണ്ണം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്നിട്ട് എന്താവാനായിട്ട്? അവനും അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒന്നുമില്ലാത്തവരായിപ്പോ. ഇത്രയും കാലം കഷ്ടപ്പെട്ടതാ, അതാണ് ഒറ്റ നിമിഷം കൊണ്ട് അവള് തട്ടിയെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വെറുതെ നോക്കിയിരിക്കേണ്ടി വരത്തില്ലേ എന്നൊക്കെ പറയണം. പിന്നീട് മനോഹർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ ശാരിയും രാഹുലും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹറിനെ കണ്ടുവച്ചു, നീ എങ്ങോട്ടാടാന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് പോയി, നിങ്ങൾക്ക് എന്താ അമ്മായിച്ചാന്ന് ചോദിക്കുകയാണ്. അതെ, നീ പുറത്ത് പോകുന്ന കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു വരുന്നത് കാണുമ്പോഴേ ചങ്കിനകത്തൊരു പിടപ്പ്. പോയ വഴിക്ക് പോവായിരുന്നെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പറയാണ് രാഹുൽ. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ മനോഹർ, ഞാൻ പോണല്ലേ? അങ്ങനെയൊന്നും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല എൻ്റെ അമ്മായിച്ച. എടാ, നീ കൊടും വിഷവാടാ, എന്റെ മോളെ ചുറ്റി വരിഞ്ഞ് നിൽക്കുവല്ലെന്ന് ചോദിക്കും. അതെ, ഞാൻ വിഷം തന്നെയാ, പക്ഷെ അതിനേക്കാളും വലിയ വിഷമാ നിങ്ങള് രാഹുൽ എന്ന് പറയുന്നത്. കാരണം രാഹുൽ എന്ന് പറയാ ഇപ്പം സ്വന്തം മോൾക്ക് എങ്ങനെയാണെന്നറിയാവോ, ഒരു വിഷപ്പാമ്പിനെ പോലെയാ അവള് കാണുന്നതെന്ന് പറയാണ്. കാരണം ഇത്രയും കാലത്തെ പോലെ അല്ല, ഇപ്പം നിങ്ങളെ
അവളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഏത് നിമിഷവും നിങ്ങളെ കൊല്ലാൻ വേണ്ടി അവൾ വേണേ കത്തിയായിട്ട് വരും. നിങ്ങളോടുള്ള പകയാണ് അവളുടെ മനസ്സ് നിറയെന്ന് പറയണം. ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു, എനിക്കറിയാടാ, ആ പക ഉണ്ടാക്കി കൊടുത്ത ആളെ നീയല്ലേന്ന് ചോദിക്കുക. അതെ, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തേ. നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടാൻ പോകുന്നേ. നിങ്ങൾ മാത്രമല്ല, ദേ നിങ്ങളുടെ ഭാര്യയായി ഇവരും പെടും. എന്റെ അമ്മായിമ്മയും വിടാൻ പോകുന്നുള്ളൂ. ദേ സരുവിനെ വെച്ച് ആര് കളി കളിക്കാൻ പോവാന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, രാഹുലെ, ഇതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. ഇവനെ ശരിയാക്കിയില്ലെങ്കിൽ നമുക്കിട്ടുള്ള പണിയാന്ന് പറയണം. മനോഹർ പറഞ്ഞു, അതെ പണിയാണ്. അതിപ്പോഴാണോ മനസ്സിലായത്? നീക്ക് രണ്ടുപേർക്കിട്ടുള്ള പണി വരുന്നുള്ളൂ. നിങ്ങളെ മോള് തന്നെയാ തന്നോളൂ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.